ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണ നൽകുന്ന പാർട്ട് ടൈം സന്നദ്ധ പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതാണ് ടെറിട്ടോറിയൽ ആർമി. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇടപെടാനും ഇന്ത്യൻ സൈന്യത്തിന് സഹായം നൽകാനും സൈനിക പരിശീലനം ലഭിച്ചവരാണ് ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാകുന്നത്. ഇന്ത്യൻ സേനയുടെ സമാന്തര സേനയായോ രണ്ടാം നിരയായോ ടെറിട്ടോറിയൽ ആർമിയെ കണക്കാക്കാം. ടെറിട്ടോറിയൽ ആർമി ഒരു പ്രൊഫഷണൽ സേനയല്ല. സേവനം നൽകുന്നവർ സ്ഥിരം സൈനിക സേവനം നടത്തുന്നവരുമല്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപീകരിക്കപ്പെട്ട സന്നദ്ധ സേനാ വിഭാഗം പരിണമിച്ചാണ് ഇന്നത്തെ ടെറിട്ടോറിയൽ ആർമിയായി മാറിയതെന്ന് ചരിത്രം. 1948 ടെറിട്ടോറിയൽ ആർമി ആക്ടിലൂടെ ഈ സേനാ വിഭാഗം സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി. ഇന്ന് ഇന്ത്യയിലാകെ 6,00,000-ലധികം സൈനികരുണ്ട് ടെറിട്ടോറിയൽ ആർമിക്ക്. സിപ്പായി തുടങ്ങി ബ്രിഗേഡിയർ വരെ കരസേനയ്ക്ക് സമാനമായ ഘടന തന്നെയാണ് ഈ സേനയ്ക്കും. 18 മുതൽ 42 വരെ പ്രായപരിധിക്കുള്ളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് യോഗ്യത നേടിയാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാകാം. മോഹൻലാൽ, ധോണി തുടങ്ങി കായിക, സിനിമ, സാംസ്കാരിക രംഗത്തെ ജനപ്രിയ മുഖങ്ങൾക്ക് ആദരവായി ടെറിട്ടോറിയൽ ആർമി പദവികൾ നൽകാറുണ്ട്.